पानी सुपर केला पानी सुपर लड़की केला पानी सुपर कौन सा पानी का ये केरला गाय का पानी है। ये समुद्र में गाय रहती है वो पाई जाता है। 80 गाय तो अपनी बनी है का बता देना का चाहिए तो आपको नाम क्या है आपका? ब्रह्मा विष्णु महेश। Bro? ചങ്കളെ കൊല്ലപ്പള്ളി ചങ്കളേ അപ്പൊ രാവിലെ ഞങ്ങള് കാപ്പിയാല വന്ന് കേറി കൊല്ലപ്പള്ളിയുടെ അമ്മച്ചി നല്ല വറുത്തരച്ച ചിക്കൻ അല്ലടാ ബീഫ് കറി നല്ല പൊടി പിടി ഉണ്ടായി കൊടുത്തു അമ്മച്ചി താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ മച്ചാന്മാര് ഇച്ചിരി പൊറോട്ടയും മീൻകറി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അമ്മമാരിപ്പോ അപ്പറയുള്ള ഇപ്പൊ വരും. അപ്പൊ നല്ല പൊളി സാധനം എങ്ങനെയുണ്ടോ നോക്കാം കൊല്ലപ്പള്ളി ഇച്ചിരി ബീഫ്. പിടിയും ബീഫിന്റെ പവർ വേറെ ഒന്നും വേണ്ട എനിക്ക് തോന്നുന്നു അല്ലേ. അല്ലേ പിടി കോഴി ഇല്ലാത്തൊരു ഇതിനകത്തുള്ളതിനേക്കാൾ വെള്ളമായിട്ട് വായി ജീവിതം. ഇത് ഒരു ടീ കൊടുത്ത് കൊതി കൊടുത്ത് പേടി തരട്ടാ. അപ്പൊ നമ്മുടെ മൗണ്ടൈൻ പവർ തിരിച്ചു വന്നിരിക്കുന്നു. മൗണ്ടൈൻ പവർ വരട്ടെ. എങ്ങനെയുണ്ടാ പൊളിയല്ലേ? गुवाहाटी का पत्ती, राजस्थान का दूध, केरला का पानी और दिल्ली का गैस, अमृतसर का गिलास, यूपी का चोर, बिहार का राम प्यारी चाय। मथुरा में रहना तो राधे राधे बोल के मथुरा में रहना, और साबुत में रहना मच्छी राइस खा के रहना। बच्चे की शादी करोगे 10 लाख रुपए की बहू आएगी, वो भी एक ऐसा चाय पिला के आ गया। केरला गाय का चाय। चाय केरला में अच्छा है और आगरा में अच्छा है? केरला में चाय अच्छा है। अच्छा है, सब अच्छा है ना केरला में? ये केरला गाय का तू है, ये केरला गाय का। केरला सुपर इडली सुपर, केरला सुपर इडली सुपर, डोसा सुपर, पुट्टी सुपर, इंसान सुपर, चाय कॉफी सुपर। ये केरला गाय का पानी सुपर, केरला पानी सुपर लड़की केरला पानी सुपर। कौन सा पानी का? ये केरला गाय का पानी है। ये समुद्र में गाय रहती है वो पाई ज्यादा पीती है।
80 का है तो अपनी बनिए का बता देना क्या चाहिए तो आपको भी। नाम क्या है आपका? ब्रह्मा विष्णु महेश। ब्रह्मा विष्णु महेश। नरक में भी रहता हूँ, सुरग में भी। 3 नाम है। मेरा नाम सुरग में भी रहता हूँ, नरक में भी रहता हूँ। जरूरत पड़े बता दो। नरक में भी रहता हूँ, सुरग में भी रहता हूँ। മച്ചാന്മാരെ ഞങ്ങളെ കടകളെ അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ഞങ്ങൾ കാര്യങ്ങള് ഞങ്ങള് കുറച്ച് മിലിറ്ററി പട്ടാളക്കാരെ അല്ലേ, നല്ല അടിപൊളി ആളുകാര്, മുത്തുമണികള്, കാശ്മീരിൽ ജോലി ചെയ്യുന്നത് അരുൺ ചേട്ടനും പിന്നെ മറ്റേ മെഹബൂബും അടിപൊളി ആൾക്കാരായിരുന്നു. ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ തന്നെ ആയിരുന്നു. പിന്നെ ബ്രുലയുടെ കാര്യത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അല്ല, നല്ല സ്നേഹമുള്ള ആൾക്കാര്, നല്ല അടിപൊളി ആൾക്കാർ. ബ്രുലയുടെ കാര്യത്തിൽ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവളെ വിട്ടുകൊടുത്തില്ല. റെയിൽവേക്കാർ അവളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. സ്പെഷ്യൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ സ്കൂട്ടറിൻ്റെ കാര്യത്തിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതൊന്നും മറികടന്നുകൊണ്ട് ഞങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ഗുഡ് വൈബ്സ് ഓൺലി. അപ്പോൾ അത് മാത്രം മതി. നമ്മൾ ചെയ്യുന്ന യാത്രകളിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാവും, ഇല്ലെങ്കിൽ ബാഡായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമായിരിക്കും. പക്ഷെ നമുക്ക് ഗുഡ് വൈബ്സ് മതി. നല്ല ആൾക്കാർ, സ്നേഹമുള്ള, നല്ലത് മാത്രം തിരഞ്ഞെടുത്താൽ മതി. പോസിറ്റീവായിട്ടുള്ള എനർജി മതി. പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇങ്ങ് കാപ്പിമലയിൽ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തി. ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉടുവള്ളിത്തട്ട് മുതൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടോ, കേരളം തുടങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ചോളം ഉടുവള്ളിത്തട്ടല്ലടാ, ആ ഉടുവള്ളിത്തട്ട് മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഹെവനാണ്, ഹെവൻ. പിന്നെ ഒരു ഹാപ്പിനെസ്സാ സത്യം. അതെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയം വേണ്ട. ആ മുകളിലോട്ട് ആ മല കയറുമ്പോഴുള്ളൊരു സമാധാന സന്തോഷം ഉണ്ടല്ലോ. ബാക്ക് ടു മൗണ്ടൻസ് അല്ലേ, നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇട്ടുമല്ലോ, അത് പ്രത്യേക ഒരു സുഖം തന്നെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, രാവിലെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മച്ചി പിടിയും കോഴിയൊക്കെ ഉണ്ട്. കൊല്ലപ്പള്ളിയുടെ അമ്മച്ചി പിടിയും കോഴിയല്ല, കോഴിയല്ല, പിടിയും ബീഫൊക്കെ ഉണ്ടാക്കി രാവിലെ ഞങ്ങളത് കഴിച്ചു. അടിപൊളിയായിരുന്നു സംഭവം. വയറ് നിറഞ്ഞു, പുല്ലക്കുട്ടിക്കും കൊടുത്തു, അതെ മനസ്സും നിറഞ്ഞു. അങ്ങനെ യാത്രകൾ തുടരുവാണ്. ഞങ്ങൾ യാത്രകൾ അവസാനിപ്പിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ, അതെ മച്ചാന്മാരെ ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾ കാണിച്ചത് ഭയങ്കര മോശമായി പോയി, നിങ്ങൾ നിർത്തിയത് മോശമായി പോയി. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നിർത്തിയതല്ല, അതെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയുള്ള അത്രേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ പോന്നു അല്ലേ. കുഴപ്പമില്ല, പൈസ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വേണം. അത് ജീവിക്കാൻ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഒന്നും നടക്കില്ല, മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഐഡിയയിലുള്ള ഒരു യാത്ര മുമ്പോട്ട് പോകില്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ് പൈസ. സോ അതിനുവേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേടാ. അപ്പോൾ ഇനിയുള്ള എന്നാ പറയണ്ടേ, എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യണം. അതിപ്പോൾ ഞാൻ ദുബായ് ചെന്നിട്ടാണെങ്കിലും കൊല്ലപ്പള്ളി ഇവിടെ ആണെങ്കിലും നമ്മൾ ചെയ്യും. റുലക്കുട്ടീനെ ശരിക്കും മിസ് ചെയ്യും. അവള് കുറേ ആയിട്ട് ഇപ്പോൾ 2 മാസമായിട്ട് നമ്മളോട് ഉണ്ടായിരുന്നു. ഭയങ്കര എന്നാ പറയണ്ടേ, മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ അവള് നമുക്ക് തന്നു അല്ലടാ. അയ്യോ, പെട്ടെന്ന് ഭയങ്കര യാദൃശ്ചികമായിട്ടാണ് അവള് ഞങ്ങൾക്ക് കിട്ടിയത്. അന്ന് മുതൽ ഇന്ന് വരെ അവള് ഞങ്ങളുടെ ചേർന്നേ കിടക്കുള്ളൂ. ചങ്കാണ്, മുത്താണ്. ഞങ്ങൾ അവിടെ ടെന്റിൽ കിടക്കുമ്പോഴാണെങ്കിൽ പോലും ബ്രുലക്കുട്ടി ഞങ്ങളുടെ നടുക്ക് കയറി കിടക്കും. ഭയങ്കര സ്നേഹമുള്ളൊരു എന്നാ പറയണ്ടേ, മനുഷ്യരെ കഴിഞ്ഞ സ്നേഹം നായ്ക്കൾക്കാണെന്ന് പറയുന്നത്. ഭയങ്കര സ്നേഹമുള്ളൊരു ജീവി തന്നെയാ പട്ടി അല്ലടാ. അയ്യോ, ഒന്നും രക്ഷയില്ല. സ്വർഗത്തിലെത്തിയതിന്റെ ഹാപ്പിനെസ്സിൽ അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു, തുള്ളി ചാടുമായിരുന്നു. ശരിക്കും ഭയങ്കര ഇമോഷണലായി അവൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഭയങ്കര ശരിക്കും മനുഷ്യന്മാര് കരയുന്ന പോലെ അല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചാടി സ്നേഹം കാണിച്ച്. അതെ അതെ അതെ, അങ്ങനെ എന്തായാലും അതെ സന്തോഷമാണ് മെയിനായിട്ട്. അതെ, ഹാപ്പി അല്ലായിരുന്നു കേട്ടോ നമ്മുടെ യാത്രകള്. നമ്മള് എന്നാ പറയണ്ടേ, ബാഡ് അനുഭവങ്ങൾ പറയാൻ ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതിന് സമയം കിട്ടിയില്ല. യെസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ വേണ്ടത് നമ്മൾ എടുത്താൽ പോലെ. 2 തരത്തിലെടുക്കാം നമ്മള്. അതെ, ഗുഡും ബാഡും ഉണ്ടല്ലോ. ഗുഡ് മാത്രം മതി, അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഗുഡ് വൈബ്സ് ഓൺലി. അതെ അതെ, എപ്പോഴാ പോകണ്ടേന്ന് അറിയത്തില്ല. എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായി. പുള്ളക്കുട്ടീനെ ഇവിടെ കൊല്ലപ്പള്ളി ടേക്ക് കെയർ ചെയ്യും. പുള്ളക്കുട്ടീനെ അവനാണ് ഉണ്ടായപ്പോൾ മുതൽ അല്ലടാ നീ ആ എല്ലാം നോക്കിയത്. കാരണം ഞാനിതുവരെ പട്ടിനെ വളർത്തിയിട്ടില്ല. എനിക്കതുകൊണ്ട്
പട്ടിക്കുഞ്ഞുങ്ങളുമായിട്ട് ഇല്ലെങ്കിൽ അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ അവൻ്റെ കൂടെ തന്നെ അവൾ കാണും. അങ്ങനെ ഞങ്ങളെ ഉരുളക്കുട്ടീനെ അതെ പൊക്കോണ്ടിരിക്കുന്നു. അവളെ മിസ് ചെയ്യൂലടാ. പിന്നെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്ര സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് ഈ നാട് ഒരു വീട് വെച്ച കാപ്പിമല വെക്കണല്ലോ മുല്ലപ്പള്ളി. എന്നാ സ്ഥലമല്ലേ, നല്ല നാട്ടുകാരും കേട്ടോ. നമ്മള് എന്നാ പറയണ്ടേ, എല്ലാവരും നല്ല സ്നേഹം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പോയ നാടുകളിലാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരെ കണ്ടു. പക്ഷെ അതിലൊക്കെ മേളില് ഒരു ബന്ധം നമ്മുടെ നാട്ടില് നമ്മുടെ ആൾക്കാരുമായിട്ടുണ്ട്. നല്ല ആൾക്കാരാണ്. അതെ അതെ. പിന്നെ നമ്മൾ പോയ യാത്രകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കേരളത്തിലോട്ട് എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ എന്നാ പറയണ്ട ഫീൽ ചെയ്ത ഹാപ്പിനെസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയില് കാശ്മീരോ ലഡാക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. പക്ഷെ അവിടെ വരെ എത്താൻ പറ്റിയില്ല ഞങ്ങളെ കൊണ്ട്. പക്ഷെ അവിടെ ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലങ്ങൾ. പക്ഷെ അതിലൊക്കെ ഉപരി ജനിച്ചു വളർന്ന സ്വന്തം നാടിന്റെ ബ്യൂട്ടി അതൊന്ന് വേറെ തന്നെയാണ്. അതുമല്ല, നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരാണ് ഈ നാട്ടിൽ പറഞ്ഞത് അല്ലേ? എല്ലാവർക്കും അതെ, എല്ലാവർക്കും അതെ. പ്രത്യേകതയുള്ള സ്ഥലമാണ്. നമ്മൾ പോയടത്ത് എല്ലാവരും പറഞ്ഞു ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലം, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആൾക്കാർ. ശരിയാണ്, അവരുടെ ഇതിൽ ശരിയാണ്, അവരും ചിന്തിക്കുന്നു. അതെ അതെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടരും മറ്റൊരു. അതെ, ഒരുപാട് ചേട്ടായിമാരും ഇല്ലെങ്കിൽ നമ്മുടെ ഷൈൻ ചേട്ടായിയൊക്കെ വന്നൊരു സീനായിരുന്നു. അയ്യോ പുള്ളി വഴക്കൊക്കെ പറഞ്ഞിട്ട് പോയി, വേണമെങ്കിൽ ഷൈൻ ചേട്ടായി സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക് പണിയെടുക്കണ്ടേ ഷൈൻ ചേട്ടായി, പൈസ വേണ്ടേ അല്ലേ? പ്രധാന ഘടകങ്ങളല്ലേ. യാത്ര മുന്നോട്ട് പോകണം. പക്ഷെ ഈ ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു തുടക്കം എത്ര ഹാപ്പിനെസ് ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി തരുന്നുണ്ടെന്നുള്ളത് ഈ മൗണ്ടൈൻസും ഈ വായുവും. അതെ, മഴയും തുള്ളി തുടങ്ങുന്നു. ഞങ്ങളിവിടെ ഇന്ന് രാത്രി ഞങ്ങൾ ചെറിയ ടെൻ്റൊക്കെ അടിച്ച് നമുക്ക് പുറത്ത് തന്നെ നിൽക്കണം. കാരണം ഇത്രയും ദിവസം നമ്മൾ ടെൻറ്റിലാണ്. ഇന്നും കൂടെ ഈ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ടെൻറ്റിൽ തന്നെ അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും ശരിക്കും നന്ദിയുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പോൾ അതിന് ഞങ്ങൾ ശരിക്കും ഹാപ്പിയാണ്, എല്ലാ തരത്തിലും ഹാപ്പിയാണ്. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ വേണോ, യാത്ര ചെയ്യണോ, ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും അതിനു വേണ്ടി ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ. ഇപ്പം യാത്ര ചെയ്യണോ, ഒരു ചെറിയൊരു ഗ്ലൗസ് മേടിച്ച് വെക്കുക, ഇല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് മേടിച്ച് വെക്കുക കിട്ടുന്ന പൈസയ്ക്ക്. സോ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സ്ലോലിയാണ് എല്ലാം ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ട് വരുന്നത്. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു ദിവസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കൂടെയുള്ള യാത്ര തുടരുക. മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് കല്ലുമണി. ഭയങ്കര എക്സൈറ്റഡ് ആണ് കാപ്പികൾ.